കിച്ചുവേട്ടാ ഇന്ന പായസം. എന്നാ വിശേഷം? എന്റെ പിറന്നാളാ. ഹലോ ആൻമരിയ. ഹായ് കിച്ചു. അതെ, നാളെ ഫ്രീ ആണോ? അതെ, നാളെയും ഫ്രീ ആണ്. ഓക്കെ, എന്താന്നറിയോ, നാളെ എനിക്കൊരു ഫിലിമിന്റെ ഓഡിഷൻ ഉണ്ട്. ആണോ? ഓൾ ദ ബെസ്റ്റ്. തകർക്കണം കേട്ടോ. താങ്ക് യു. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ ഇൻട്രസ്റ്റ് ഇല്ല. സോ കിച്ചുവിന് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? അതിനൊന്നും ഞാൻ വരാലോ. എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും പരിചയമില്ല, അതാ. എനിക്ക് എല്ലാ സ്ഥലം അറിയാന്നേ. ഞാൻ വരാം. താങ്ക് യു. താങ്ക് യു. ശരി കിച്ചു, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, പറ. യു പോട്ട് ബെല്ലിയേഡ് ബ്ലത്തറിങ് ഇഡിയോട്ട്. എന്റെ പൊന്ന് സഹോ, ഇതിന്റെ കറുത്തറിയണമെങ്കിൽ വല്ല രഞ്ജിനി ദാസിനോട് ചോദിക്കണം. എടാ, ഈ സൈബർ സെൽ എന്നൊക്കെ പറഞ്ഞ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നല്ലോ. അതത് തന്നെയാ. ഹലോ, നന്നായുള്ളൂ. എവിടെയാ അവള്? കാണാനില്ലല്ലോ. എന്നാ പോക്കട പോണേ. എടാ ദാസ, ഏതാ അലവലാതി? അതാ ജോർജേട്ടന്റെ മോനെ. ഇന്നവന്റെ ശവടക്കിന് വേണ്ടി വരുമല്ലോ. ഏത് ജോർജേട്ടൻ? ആ സെമിത്തേരുടെ അടുത്ത് വീടുള്ള. സെമിത്തേരി അടുത്തുണ്ടെന്നുള്ള അഹങ്കാരാ ചെറുക്കന്. എടാ, നീ പോവാൻ നോക്ക്. സഹോ, നീ ഇങ്ങടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. പിന്നെ എന്നിട്ട് വേണം ഞാൻ കട്ട പോസ്റ്റ് ആകാൻ. എടാ, ഒരാണും പെണ്ണും തമ്മിൽ പ്രേമത്തിലാകാൻ ഇതുപോലൊരു യാത്ര ബെസ്റ്റാ. എന്നാ പോവാൻ വണ്ടി കാശാ. ആര്? ഞാനാ? എവിടെ നിന്ന് എടുത്ത് വരാൻ? എടാ, നിന്റെ കൂടെ തേരാപ്പാര ഓടണല്ലത് ഈ ഓട്ടം പോയിട്ട് എത്ര കാലം എന്നറിയാമോ? ഒരു 100 നോട്ടുണ്ട് കാലം മറന്നു. ചേട്ടാ, ഒരു 1000 രൂപ ചേഞ്ച് തരൂ. എന്നെ കണ്ട 1000 രൂപയൊക്കെ കയ്യിലുള്ള ആളാണെന്ന് തോന്നി. അയ്യേ, ഓട്ടോയുടെ പേര് പണക്കാരൻ, ഡ്രൈവർ പിച്ചക്കാരൻ. ഹായ്. ഹായ്, ഇതാണ് ദാസപ്പൻ. ബിബിൻ ദാസ്. എനിക്കറിയാം. ഐ നോ. അതിപ്പോ എന്തായാലും അന്നെ ഞാൻ സമ്മതിച്ചിരിക്കണ്. എന്റെ നമ്പറൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ. എങ്ങനെ ഒപ്പിച്ചു? അത് ഞങ്ങൾ വന്ന ദിവസം തന്നെ താഴത്തെ വീട്ടിൽ ആന്റി തന്നാ. ഈ ഏരിയയിലെ പെമ്പിള്ളാരെയൊക്കെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നതിന്റെ നമ്പറാ. സേവ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. അയ്യോ, ദാസപ്പൻ മാത്രല്ല കേട്ടോ, പിന്നൊരു വിജയൻ. അതാരത്? അപ്പൊ ഹാപ്പി ജേണിയെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ വെരി ഹോട്ട്. കിച്ചു ഇവിടെ ഇരിക്കാൻ സീറ്റിലല്ലോ. നമ്മുടെ ഡിസിഷൻ ഒക്കെ വളരെ ബ്രില്യന്റ് ആയിരുന്നു. യെസ്, കറക്റ്റ്. ദേ, ആ ബസ് ആദ്യം പോണത്. വാ, നമുക്ക് അതിൽ കയറാം. വേഗം. അമ്മനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പൊട്ടന്മാരാ വിദ്യകളാന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി. എന്തായാലും ഐഡിയ വർക്കൗട്ടായി. നല്ല ഫോട്ടോ അല്ലേ? കിച്ചുവിന് ഇഷ്ടപ്പെട്ട നടി ഏതാ? മോനിഷനെ ഭയങ്കര ഇഷ്ടാ. മോനിഷ ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? മോനിഷയ്ക്ക് എൻ്റെ അമ്മയുടെ ഒരു ചായ ഉണ്ട്, ഒരുപാട് ഇഷ്ടാ. എന്താ ഇങ്ങനെ നോക്കുന്നേ? പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെ പോലൊരു ആഭാസന്റെ മുമ്പിൽ ചിലങ്കിയിട്ട് ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദേവദത്തമായൊരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്കിയിടാനുള്ള യോഗ്യതയില്ല. ഉള്ളിലൊരു1000 മുള്ളു കുത്തിയിറങ്ങുന്ന എന്റെ വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഇതാ. ഞാനിതിവിടെ ഉപേക്ഷിക്കുന്നു എന്നേക്കുമായി. ഞാൻ എന്നിട്ട് പെർഫോം ചെയ്ത
പിന്നെ അവർ ചുമ്മാ ഓരോ കുറ്റം ഉണ്ടാക്കി പറയുക. ഇതൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, ഫേക്ക് ഓഡിഷൻ. വെറുതെ മനുഷ്യനെ കളിപ്പിക്കാൻ. മൊത്തം കള്ളന്മാരാ. ആ താടിയും മുടിയും വളർത്തിനൊക്കെ ആരാന്ന വിചാരം? പക്ഷെ കിച്ചന്റെ പെർഫോമൻസ് ഒന്ന് കാണണമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു. ആക്ച്വലി എന്റെ തൊണ്ടയ്ക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അവര് ചെയ്യാൻ പറഞ്ഞപ്പോ ഇത്തിരി നെർവസ് ആയി പോയി. അതിനിടയിൽ അയാള് എന്നാലും ഞാൻ അഭിനയിക്കാൻ അറിയാൻ പാടില്ല അല്ലേ? എല്ലാം അറിയാൻ പോലെ ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലേ? അയ്യോ, സങ്കടാവാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. ആദ്യമൊക്കെ ആവുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെയാ. സാരമില്ല, അതൊക്കെ ശരിയായിക്കോളൂ. ശരി. അതേ, എന്നായാലും പ്രിയദർശൻ സാറോടൊക്കെ തന്നെ പരിചയപ്പെടുത്താത്ത എന്റെ ഭാഗ്യം. ആക്ച്വലി എന്റെ പപ്പ നാട്ടിലുള്ളപ്പോഴാണ് ഞാൻ ഇതിനു മുമ്പ് ഇത്രയധികം ചിരിച്ചിട്ടുള്ളത്. കുറെ നാളുകൂടി എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയ ദിവസമാണ്. അപ്പൊ എന്നെ അച്ഛനായിട്ടാണ് കാണണേ. എനിവേ താങ്ക്സ്. ശരിക്കും ഞാൻ എന്റെ ബസ് കാശ് എടുത്തതിനും ഫിഷ് ബിരിയാണി മേടിച്ചതിനൊക്കെ ഞാനല്ല താങ്ക്സ് പറയണ്ടേ. എന്നായാലും സോറി കേട്ടോ. സോറിയോ? അല്ല, അഭിനയിക്കാൻ അറിയില്ല ഞാൻ പറഞ്ഞപ്പോ വിഷമായി എന്ന് എനിക്ക് മനസ്സിലായി. സോറി. വിഷമായി, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ജെന്യുവൻ. എല്ലാരും എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി കൊള്ളാന്നേ പറയാറുള്ളൂ. കിച്ചുവിന്റെ ഇന്നസെൻസ് കൊണ്ട് കിച്ചു ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കിച്ചുവിനോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ശരിക്കും? ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിച്ചു, ഐ റിയലി ലൈക്ക് യു. ഓ, 24-ാം തീയതി മുതല് സമയം അങ്ങോട്ട് തെളിയല്ലേ? ഞങ്ങൾക്കൊക്കെ ഒരു ചെലവ് ചെയ്തിട്ട് വേണം കേട്ടോ തുടങ്ങാൻ. അതാണ് അതിന്റെ ഒരു കുരുത്തം. അതൊക്കെ നമുക്ക് ചെയ്യാന്നേ. കുറച്ചുകൂടി ഒന്ന് സൈസ് ആകണം, എന്നാലേ നായകനായിട്ട് ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുള്ളൂ. നാളെ പോലെ ജിമ്മിൽ പോണ്ട്. ആഹാ. ആ, കിച്ചു, നിന്റെ അഭിനയൊക്കെ സിനിമയിൽ മതി. വർക്കൗട്ട് ചെയ്യുമ്പോഴേ അഭിനയിക്കണ്ട. കൊണ്ടാ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ ജിമ്മിലെ ആശാന്മാരിൽ 99% മണ്ടന്മാരാണ്. അപ്പോഴും 1% നല്ല ബുദ്ധിയുള്ളവരാ. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാ. അതുകൊണ്ട് എന്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട, പോയി വെയിറ്റഡ്. ആശാന്റെ കഴിക്കാൻ പറ്റിയതാ. ഇത് ചില്ല് ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഡിസ്പോസൽ ഗ്ലാസ് എന്ന് വിചാരിച്ച് ഞെരിച്ച് കളഞ്ഞതാ. കീറിപ്പോയി. അപ്പൊ 100%? യെസ് യെസ്.